നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ കരുത്തിനു മുന്നിൽ പാകിസ്ഥാൻ വിറയ്ക്കുകയാണ്. ഭാരതത്തിൻ്റെ സൈനിക കരുത്തിനു മുന്നിൽ പാകിസ്ഥാൻ ഭയന്നു വിറയ്ക്കുന്നു എന്നതിൻ്റെ പുതിയ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു. കഴിഞ്ഞ വർഷം നടന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന മിന്നലാക്രമണത്തിൽ ഇന്ത്യൻ സേന തകർത്തെറിഞ്ഞ പാകിസ്ഥാൻ്റെ തന്ത്രപ്രധാനമായ നൂർഖാൻ വ്യോമതാവളത്തിൽ അതീവ രഹസ്യമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായാണ് വിവരം. ഇന്ത്യയുടെ അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങളിൽ നിന്നും മിസൈലുകളിൽ നിന്നും വിമാനങ്ങളെ ഒളിപ്പിക്കാനായി വലിയ സുരക്ഷാ കവചങ്ങളാണ് പാക് സൈനിക മേധാവി അസീം മുനീറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരുക്കുന്നത്. പ്രമുഖ ഭൗമ രഹസ്യാന്വേഷണ വിദഗ്ധൻ ഡാമിയൻ സൈമൺ പുറത്തുവിട്ട ഉപഗ്രഹ ദൃശ്യങ്ങളിലാണ് പാകിസ്ഥാൻ്റെ ഈ ഭയത്തിൻ്റെ ചിത്രങ്ങൾ വ്യക്തമാകുന്നത്. ഭാവിയിൽ എന്തെങ്കിലും സംഘർഷമുണ്ടായാൽ പ്രതിരോധിക്കുന്നതിനായുള്ള മുൻകരുതൽ എന്ന നിലയ്ക്കാണ് ഈ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. പാകിസ്ഥാൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ വ്യോമതാവളങ്ങളിൽ ഒന്നാണ് റാവൽപിണ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന നൂർഖാൻ വ്യോമതാവളം. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് ഏകദേശം ഒരു വർഷമായിട്ടും അറ്റകുറ്റപ്പണികൾ ഇപ്പോഴും തുടരുന്നു എന്നത് തന്നെ വ്യക്തമാക്കുന്നത് സമീപകാല ഉപഗ്രഹ ചിത്രങ്ങൾ സംഘർഷ സമയത്ത് ഈ വ്യോമതാവളത്തിനുണ്ടായ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി വെളിവാക്കുന്നു. ഇന്ത്യ പാകിസ്ഥാന് കനത്ത പ്രഹരമേൽപ്പിച്ച പ്രദേശം തന്നെയാണ് നൂർഖാൻ വ്യോമതാവളം. ആദ്യമെല്ലാം നിഷേധിച്ചുവെങ്കിലും പിന്നീട് പാകിസ്ഥാന് അത് തുറന്നു സമ്മതിക്കേണ്ടി വന്നു. പാകിസ്ഥാൻ വ്യോമസേനയുടെ ഒരു പ്രധാന കേന്ദ്രമാണ് നൂർഖാൻ. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ആക്രമിച്ച 11 വ്യോമതാവളങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് ഏകദേശം ഒരു വർഷമായിട്ടും അറ്റകുറ്റപ്പണികൾ ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അത് തുടരുന്നു എന്നത് എത്രത്തോളം വലിയ നാശനഷ്ടങ്ങളാണ് ഈ വ്യോമതാവളത്തിന് ഉണ്ടായത് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇന്ത്യൻ ആക്രമണത്തിൽ റൺവേയിൽ വലിയൊരു ഗർത്തം തന്നെ രൂപപ്പെട്ടു എന്ന് മാത്രമല്ല, വ്യോമതാവളത്തിലെ റൺവേ, ഓപ്പറേഷൻ റൂം, ഹാങ്ങറുകൾ, ഇന്ധന ട്രാക്കുകൾ എന്നിവയ്ക്ക് പുറമെ വിലപിടിപ്പുള്ള IL-78 എയർ ടാങ്കർ വിമാനവും ഇന്ത്യൻ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായിരുന്നു. ജിയോ ഇൻ്റലിജൻസ് വിദഗ്ധനായ ഡാമിയൻ സൈമൺ പങ്കുവച്ച ഉപഗ്രഹ ചിത്രങ്ങൾ വ്യോമതാവളത്തിലുടനീളം പുതിയ ഹാങ്ങറുകൾ നിർമ്മിക്കുന്നതായാണ് കാണിക്കുന്നത്. ഇത് സാധാരണ നിർമ്മാണ പ്രവർത്തനങ്ങളല്ലെന്ന് സൈമൺ അടിവരയിട്ട് പറയുന്നു. ഇത്തരം ഹാങ്ങറുകൾ പാക് വ്യോമസേനയുടെ വിമാനങ്ങൾക്ക് സംരക്ഷണം നൽകുമെങ്കിലും ശത്രുക്കൾ, പ്രത്യേകിച്ച് ഇന്ത്യ നടത്തുന്ന നിരീക്ഷണം പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ് യഥാർത്ഥ ലക്ഷ്യമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പാകിസ്ഥാൻ്റെ 11 പ്രധാന സൈനിക താവളങ്ങളിലാണ് ആക്രമണം നടത്തിയത്. തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്ന് വെറും 25 കിലോമീറ്റർ മാത്രം അകലെയുള്ള നൂർഖാനിലെ ആക്രമണം പാകിസ്ഥാനെ തകർത്തെറിഞ്ഞിരുന്നു. നൂർഖാൻ സൈനിക പ്രവർത്തനങ്ങൾക്ക് പുറമെ നയതന്ത്ര പ്രതിനിധികൾക്കുള്ള സുപ്രധാന പ്രവേശന കവാടം കൂടിയാണ്. ഇത് പാക് സായുധ സേനയുടെ ഒരു പ്രധാന ലോജിസ്റ്റിക് ഹബ്ബാണ്. പാകിസ്ഥാൻ്റെ ആണവശേഖരം നിയന്ത്രിക്കുന്ന സ്ട്രാറ്റജിക് പ്ലാൻസ് ഡിവിഷന് സമീപത്താണ് ഈ വ്യോമതാവളം സ്ഥിതി ചെയ്യുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. 3 ദിവസത്തെ സംഘർഷത്തിന് ശേഷം ഒടുവിൽ പാകിസ്ഥാന് ഇന്ത്യയോട് വെടിനിർത്തലിനായി അഭ്യർത്ഥിക്കേണ്ടി വന്നു. കാരണം നൂർഖാൻ വെറുമൊരു സൈനിക താവളമല്ല, സൈനിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനോടൊപ്പം വിദേശ നയതന്ത്ര പ്രതിനിധികൾ എത്തുന്ന അതീവ സുരക്ഷാ പ്രവേശന കവാടം കൂടിയാണ്. കൂടാതെ പാക് സായുധ സേനയുടെ പ്രധാന ലോജിസ്റ്റിക്കൽ കേന്ദ്രം കൂടിയാണ്. ഏറ്റവും പ്രധാനമായി പാകിസ്ഥാൻ്റെ ആണവായുധങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന സ്ട്രാറ്റജിക് പ്ലാൻസ് ഡിവിഷന് സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പാകിസ്ഥാൻ്റെ ഉൾപ്രദേശങ്ങളിലുള്ള ശത്രുതാ താവളങ്ങളെ പോലും അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്താനും കൃത്യമായി ലക്ഷ്യം വയ്ക്കാനുമുള്ള ഇന്ത്യയുടെ കഴിവ് അന്ന് ലോകത്തിന് ബോധ്യമായി. ഇന്ത്യയുടെ ഇത്തരം കഴിവുകൾ തുറസായ സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്തിരിക്കുന്ന അവരുടെ വിമാനങ്ങളെ കൂടുതൽ അപകടത്തിലാക്കുമെന്ന് പാകിസ്ഥാന് വ്യക്തമായി. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്നുള്ള പാഠങ്ങൾ വ്യക്തമായിരുന്നു. ഭാവിയിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങളിൽ എളുപ്പത്തിൽ കണ്ടെത്താനും തകർക്കാനും സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത്. പാകിസ്ഥാൻ ഇത്തരം നിരീക്ഷണ സംവിധാനങ്ങളിൽ നിന്ന് അവരുടെ വിമാനങ്ങളെ മറയ്ക്കാൻ ഭദ്രമായ ഹാങ്ങറുകൾ നിർമ്മിക്കാനാണ് ഇപ്പോൾ തിരക്ക് കൂട്ടുന്നത്. ഇതിന് ഏറ്റവും മികച്ച സ്ഥലം ഇന്ത്യൻ ഡ്രോൺ ആക്രമണങ്ങളിൽ കാര്യമായ നാശനഷ്ടം സംഭവിച്ച നൂർഖാൻ വ്യോമതാവളം തന്നെയാണ്. ഇന്ത്യയുടെ അതിനൂതനമായ ISR ഇൻ്റലിജൻസ്, സർവേലൻസ്, റീകണൈസൻസ് സംവിധാനങ്ങളെ പാകിസ്ഥാൻ അത്രമേൽ ഭയപ്പെടുന്നു എന്നതാണ് പുതിയ നിർമ്മാണങ്ങൾ സൂചിപ്പിക്കുന്നത്.
തുറസായ സ്ഥലങ്ങളിൽ വിമാനങ്ങൾ പാർക്ക് ചെയ്താൽ ഇന്ത്യൻ ഡ്രോണുകൾ നിഷ്പ്രയാസം തകർക്കും എന്നുള്ളതാണ് ഇതുകൊണ്ട് പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നത്. ഡ്രോൺ യുദ്ധമുറകളുടെ കാലത്ത് വിമാനങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുകയല്ലാതെ പാകിസ്ഥാന് മുന്നിൽ മറ്റു വഴികളില്ലെന്ന് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലുമായി 9 ഇടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ മിന്നൽ ആക്രമണമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. 2025 മെയ് 7 പുലർച്ചെ 1:45 ഇന്ത്യയുടെ കര, നാവിക, വ്യോമസേനകൾ സംയുക്തമായി ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ട് ദൗത്യം നടത്തി. മുസാഫർബാദ്, ബഹവൽപൂർ, കോട്ട്ലി, മുരിഡിക് എന്നിങ്ങനെ 9 ഭീകര കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത്. പഹൽഗാമിലെ താഴ്വരയിൽ കൺമുന്നിൽ രക്തം പൊടിഞ്ഞ് ജീവൻ വെടിയേണ്ടി വന്നവരുടെ ഭാര്യമാരുടെ കണ്ണീരിനുള്ള ആദരം കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് ഓപ്പറേഷന് നൽകിയത്. പഹൽഗാം ഭീകരാക്രമണത്തിലെ കണ്ണീർ കാഴ്ചയായിരുന്നു 6 ദിവസം മുമ്പ് മാത്രം വിവാഹിതയായ ഹിമാൻഷി നർവാളിൻ്റെ ചിത്രം. മധുവിധു ആഘോഷിക്കാനായി കാശ്മീരിലെത്തിയ ഇരുവരുടെയും വിധി മറ്റൊന്നായിരുന്നു. ഭർത്താവും നേവി ഓഫീസറുമായ ലഫ്റ്റനന്റ് വിനയ് നർവാളിൻ്റെ മൃതദേഹത്തിനരികിൽ കണ്ണീരോടെ ഇരിക്കുന്ന ഹിമാൻഷിയുടെ ചിത്രം ആക്രമണത്തിൻ്റെ മുഖചിത്രമായി മാറി. വിനയ് നർവാളിൻ്റെ സംസ്കാര ചടങ്ങിൽ സിന്ദൂരമണിയാതെ പങ്കെടുത്ത ഹിമാൻഷിയെയും ഇന്ത്യ കണ്ടു. പഹൽഗാമിന് ഉടൻ തിരിച്ചടി എന്ന ഇന്ത്യൻ സൈന്യത്തിൻ്റെ ദൃഢനിശ്ചയത്തിന് പിന്നിൽ ഹിമാൻഷി ഉൾപ്പെടെയുള്ള അനേകം വനിതകളുടെ കരഞ്ഞ് കണ്ണീർ വറ്റിയ മുഖം കൂടിയുണ്ട്. അവർക്കുള്ള ആദരം കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരു തന്നെ. ലോകത്തിനു മുന്നിൽ വലിയ പ്രസംഗങ്ങൾ നടത്തുമ്പോഴും അതിർത്തി കടന്നെത്തിയ ഇന്ത്യയുടെ പ്രഹരശേഷിയിൽ പാകിസ്ഥാൻ ഇപ്പോഴും വിറങ്ങലിച്ചു നിൽക്കുകയാണെന്ന് വ്യക്തം. ഇന്ത്യയുടെ നിരീക്ഷണ കണ്ണുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പാകിസ്ഥാൻ എത്ര വലിയ കവചങ്ങൾ തീർത്താലും ഭാരതത്തിൻ്റെ കരുത്തിനു മുന്നിൽ അതൊന്നും സുരക്ഷിതമല്ല എന്ന മുന്നറിയിപ്പാണ് ഇന്ത്യൻ പ്രതിരോധ വൃത്തങ്ങൾ നൽകുന്നത്. ഇറാനുമായുള്ള സമാധാന ചർച്ചകളിൽ പങ്കെടുക്കാൻ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് കഴിഞ്ഞയാഴ്ച നൂർഖാൻ വ്യോമതാവളത്തിൽ ഇറങ്ങിയതോടെ ഈ സൈനിക താവളം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. മലയാളി വാർത്ത ഇൻസൈഡ്.